വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃത്തുക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാറിൻ്റെ തൂലികയിലൂടെ ഭഗവാന് പാദകാണിക്കയെ സമർപ്പിക്കുന്നു. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. ഇത് നാരായണ ഗുരുവിൻ്റെ മാത്രം ജീവിതകഥയല്ല, മഹാപുരാണമാണ്. 18 പുരാണങ്ങൾക്ക് ശേഷം ഭാരത ചരിത്രത്തിലേക്ക് 19ാമത്തെ പുരാണം, അതും ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിൽ. ലോകമതങ്ങൾ, ഋഷീശ്വരന്മാർ, പ്രവാചകർ, ഗുരുപരമ്പരകൾ, ലോകദാർശനികർ, ലോകത്തെ വിവിധ തത്വശാസ്ത്രങ്ങൾ, യുക്തിചിന്തകർ, മഹത്പുരുഷന്മാർ എന്നിവരിലൂടെ സഞ്ചരിച്ച് ഈ എല്ലാ തലങ്ങളിലും പൂർണ്ണനായ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപമായ ഗുരുവിലേക്ക് എത്തുന്ന ഇതിഹാസ തുല്യമായ കഥാകഥനമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. ഇത് തുടക്കം മുതൽ വായിച്ചു ഗ്രഹിച്ചാൽ പിന്നെ ലോകത്തെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചും സംശയം അവശേഷിക്കില്ല. പൂർണ്ണ ജ്ഞാനിയായി വായനക്കാരൻ പരിണമിക്കും. ഗുരു ആരെന്നും ഗുരു വിശ്വരൂപം എന്തായിരുന്നുവെന്നും തിരിച്ചറിയും. മനുഷ്യത്വത്തിന്റെ മൂല്യമറിഞ്ഞ് ഗുരു കടാക്ഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതിനാൽ തുടക്കം മുതൽ വായിക്കൂ. ആദ്യ ലക്കം കോപ്പികൾ ആവശ്യപ്പെട്ടാൽ നൽകുന്നതാണ്. പുതിയ തലമുറയ്ക്ക് കൈമാറാനും തലമുറകൾക്കായി സൂക്ഷിച്ചു വയ്ക്കാനും ഒരു അപൂർവ വായനാനുഭവമാണ് ശ്രീമദ് നാരായണ ഗുരുപുരാണം. കോപ്പികൾ ഉറപ്പാക്കാൻ വിളിക്കൂ. 80 78 18 88 58 എന്ന നമ്പറിൽ 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. അഡ്രസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇനി ഇന്നത്തെ വായനയിലേക്ക് കിടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ, അധ്യായം 4, ഭാഗം 6. ബുദ്ധസാഹിത്യം. ബുദ്ധശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ നിർവാണശേഷം ബീഹാറിലെ വൈശാലിയിൽ ഒത്തുകൂടി. മുതിർന്ന സന്യാസിമാർ ചേർന്ന് ബുദ്ധൻ വാമൊഴിയായും പ്രസംഗത്തിലൂടെയും പകർന്നു നൽകിയ തത്വങ്ങൾ അവർ ക്രോഡീകരിച്ചു. ത്രിപിടിക എന്ന് അതിനെ വിളിച്ചു. പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളെ ശേഖരിച്ചു വച്ചിരിക്കുന്ന 3 കുട്ടകൾ എന്നാണ് ത്രിപീഡിക എന്ന വാക്കിന്റെ അർത്ഥം. വിനയപീഡിക, സൂത്തപീഡിക, അഭിധർമ്മ പീഡിക എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് ത്രിപിടികയ്ക്കുള്ളത്. മഹാകാശ്യപൻ, ആനന്ദൻ എന്ന ബുദ്ധന്റെ സഹായി, ഉപാലി എന്ന ശുരകൻ എന്നിവരാണ് ഈ ഗ്രന്ഥങ്ങൾ രചിച്ചത്. സന്യാസ സംഘത്തിലെ അംഗങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളുമാണ് വിനയപീഡികയിലെ ഉള്ളടക്കം. ബുദ്ധന്റെ തത്വങ്ങളാണ് സൂത്തപീഡികയിൽ, ദാർശനിക കാര്യങ്ങളാണ് അഭിധർമ്മ പീഡികയിലുള്ളത്. ബുദ്ധമത പ്രചരണത്തിന് ഏറെ ആക്കം കൂട്ടിയ ബുദ്ധഗ്രന്ഥമാണ് ജാതക കഥകൾ. 500-ലേറെ കഥകൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. വാരണാസിയിലെ രാജാവായിരുന്ന ബ്രഹ്മദത്തനാണ് ജാതക കഥകൾ രചിച്ചത്. ഇൻഡോ ഗ്രീക്ക് രാജാവായിരുന്ന മിലിന്ദനും ബുദ്ധപുരോഹിതനായിരുന്ന രാജസേനനും തമ്മിൽ നടന്ന സംഭാഷണങ്ങൾ അടങ്ങിയ കൃതിയാണ് മിലിന്ദ പാൻഹ. ഇതും അറിയപ്പെടുന്ന ബുദ്ധസാഹിത്യമാണ്. ശ്രീലങ്കയിൽ പ്രചരണത്തിനു പോയവരാൽ രചിക്കപ്പെട്ടതാണ് ദ്വീപവംശം എന്ന ഗ്രന്ഥം. കൂടാതെ അശ്വഘോഷൻ രചിച്ച ബുദ്ധചരിതം, സൗന്ദരാനന്ദം, വജ്രസൂചി, മയാഹാന ശുദ്ധോപദാനം എന്നീ ഗ്രന്ഥങ്ങൾ ബുദ്ധമതത്തെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നവയാണ്. വിക്രമാദിത്യ രാജാവിന്റെ കാലത്താണ് അഭിധർമ്മകോശം രചിക്കപ്പെട്ടത്. പ്രശസ്ത തത്വശാസ്ത്രകാരൻ നാഗാർജുനൻ എഴുതിയ മധ്യമിക കാരിക, വിഗ്രഹ വ്യാവർധിനി എന്നീ ഗ്രന്ഥങ്ങളും പ്രസിദ്ധമാണ്. ഇത്രയും പാടിയും പറഞ്ഞും ശുഗബാലിക ബുദ്ധകഥകൾ വിവരിച്ചു.
6-ാം ദിവസം രാവ് അവസാന യാമമായിരുന്നു. അപ്പോഴേക്ക് ആത്മസാധകൻ അവളോട് പറഞ്ഞു, ശുഗബാലികേ, ആരും ചൂടാത്ത മണിനാഥ രത്നധാരിണി, നിന്റെ കഥനം എന്നിൽ ജ്ഞാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ. ബുദ്ധമതം ഭാരതത്തിൽ ഉദയം ചെയ്തതാണ്. ഇവിടെ നിന്നാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രചരിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് ഭാരതദേശത്ത് ബുദ്ധമതം ക്ഷയിച്ചു പോകാൻ കാരണമായത്? ശുഗബാലിക പറഞ്ഞു, ഉണ്ടായാൽ നശിക്കാത്തതായി ഒന്നും തന്നെയില്ല. ജനനത്തിൽ തന്നെ നാശവുമുണ്ട്. ബുദ്ധദർശനം ബുദ്ധന്റെ പരിനിർവാണത്താൽ തന്നെ ക്ഷയിച്ചു തുടങ്ങിയതാണ്. ആദ്യം അതിനുള്ളിലാണ് വ്യതിചലനങ്ങൾ ഉണ്ടായത്. പിന്നെ അവ പലതായി പിരിഞ്ഞു. ഒടുവിൽ അവയുടെ സ്വത്വം നഷ്ടമായി. അങ്ങനെ സംഭവിക്കാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. പുതുതായി ഒന്നും ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. ഇവിടെയുള്ളത് പലതായി പരുവപ്പെടുകയും ഒടുവിൽ അവ ഏകത്തിലേക്ക് ലയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മഹാഗുരു എന്തുകൊണ്ട് മതസ്ഥാപകനായില്ല എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. സത്യം അഥവാ അറിവ് എന്ന ഏകം മാത്രമേ ഇവിടെയുള്ളൂ. അതിലുണ്ടായി കാണപ്പെടുന്നതാണ് മറ്റെല്ലാം. ഈ ഏകത്തെയാണ് മഹാഗുരു അറിവെന്ന് വിളിച്ചത്. അതല്ലാതെ മറ്റൊന്നും ഇവിടെ ശാശ്വതമല്ല. കാലഘട്ടത്തിന്റെ പ്രയാണത്തിൽ ഉപയോഗത്തിലിരിക്കുന്ന ചിലത് നശിക്കുകയോ കാലഹരണപ്പെടുകയോ ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഒരു നിയോഗ പുരുഷൻ വന്ന് അവയെ പുനരുദ്ധരിച്ച് കൂടുതൽ മോടിയുള്ളതാക്കും. അങ്ങനെയേ സാധിക്കൂ. പിന്നെയും അത് കാലഹരണപ്പെടും. അതാണ് പ്രപഞ്ച സ്വഭാവം. അതിനാൽ എന്തിന് നശിച്ചു, എന്തുകൊണ്ട് നശിച്ചു എന്ന ചോദ്യം അപ്രസക്തമായി തന്നെ ഇരിക്കട്ടെ. ആത്മസാധക. 7-ാം ദിനത്തിലേക്ക് അർക്കൻ ഉണരുന്നത് കണ്ട് അവൾ പാടി, കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല കണ്ടൻ, പ്രാണൻ വെടിഞ്ഞിടുകിലെന്തിനു പിന്നെയെല്ലാം, കാണും നിറം തരം ഇതൊക്കെ അഴിഞ്ഞെഴും നിൻ, ചേണുറ്റ ചെങ്കടലു തന്നു ജയിക്ക ശംഭോ. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.